Hi, welcome back to our channel SJS, this splendid journey towards symphony. 14 വർഷത്തെ വനവാസത്തിനായി തന്റെ ഭർത്താവ് സഹോദരനോടൊപ്പം കാട്ടിലേക്ക് പോവുകയാണെന്നറിഞ്ഞ ഊർമിള അവരോടൊപ്പം പോകുന്നതിനായി തന്റെ കാലുകൾ മുൻപോട്ടേക്ക് വെച്ചു. പക്ഷെ ഒരു നോട്ടം കൊണ്ട് ലക്ഷ്മണൻ അത് തടഞ്ഞു. താനും കൂടെ പോരട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഊർമിളയോട് ലക്ഷ്മണൻ പറഞ്ഞു, ഊർമിളയുടെ ആവശ്യം ഇപ്പോൾ കൊട്ടാരത്തിലാണ്. കാരണം തന്റെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നതിനായി ഊർമിളയുടെ സാന്നിധ്യം ഇവിടെ ആവശ്യമുണ്ട്. അത് കേട്ട് ഊർമിള അക്ഷരം പ്രതി അതനുസരിച്ചു. ഈ 14 വർഷത്തിന് ശേഷം രാമലക്ഷ്മണന്മാർ കൊട്ടാരത്തിലേക്ക് മടങ്ങിയെത്തി. അപ്പോൾ ഊർമിള എന്ത് ചെയ്യുമായിരുന്നായിരിക്കും? ആരെങ്കിലും അത് ചിന്തിച്ചിട്ടുണ്ടോ? ഒരു വ്യാഖ്യാനത ഞാൻ വായിച്ചത്, രാജകൊട്ടാരത്തിൽ രാജകുമാരന്മാരുടെ മടങ്ങി വരവിൽ ആർത്തുല്ലസിച്ചിരുന്ന കൊട്ടാരവാസികൾക്കായി ഭക്ഷണം തയ്യാറാക്കുന്ന തിരക്കിലായിരുന്നു എന്നാണ്. അതുപോലെ തന്നെ ഊർമിളയ്ക്ക് അറിയാമായിരുന്നു ജനക മഹാരാജാവിന്റെ ഒരേ ഒരു പുത്രി ഊർമിളയാണെന്ന്. പക്ഷെ ഒരിക്കലും തന്റെ അവകാശവാദത്തിനായി അവൾ അവകാശവാദം ഉന്നയിച്ചിട്ടില്ല. എന്നും അവൾ സീതയുടെ പുറകിൽ ഒരു അനീതിയായി തന്നെ നിലകൊണ്ടു. ഇതുപോലെ ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ചുറ്റുമുണ്ടാവും. മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം സന്തോഷങ്ങളും അവകാശങ്ങളും ഒക്കെ ത്യജിക്കുന്നവർ. അവരാണ് റൂട്ട് പേഴ്സൺസ്. നമുക്ക് വേണമെങ്കിൽ ഈ നമ്മുടെ സമൂഹത്തിൽ ചുറ്റുമുള്ള ആൾക്കാരെ ഒരു മരത്തോട് ഉപമിക്കാം. അതായത് മരത്തിലെ ഇലകളെ പോലെയാണ് ചില ആൾക്കാർ, ലീഫ് പേഴ്സൺസ്. അവർ നമ്മോടൊപ്പം നമ്മുടെ സന്തോഷങ്ങളിലൊപ്പം കാണും. നമുക്ക് പുറമേ കാണുമ്പോൾ ഈ ഇലകൾ കാണുമ്പോൾ വളരെ മനോഹരമാണ്, നല്ല പച്ച നിറത്തിലിരിക്കും. പക്ഷെ ഇത് സീസണലാണ്. കുറച്ച് കഴിയുമ്പോൾ അവ പഴുക്കുകയും ഉണങ്ങുകയും താഴെ വീഴുകയും ചെയ്യും. അപ്പൊ ഇവർ നമ്മോടൊപ്പം ഉള്ളത്, അവർക്ക് ആവശ്യമുള്ളത് എന്താണോ അത് എടുക്കുന്നതിന് വേണ്ടിയാണ്. അത് അവർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അവർ നമ്മളെ വിട്ടു പോവുകയും ചെയ്യും. അതുപോലെ തന്നെ അടുത്ത കൂട്ടർ എന്ന് പറയുന്നത് നമുക്ക് ശാഖകളോട് ഉപമിക്കാം. ഈ ബ്രാഞ്ച് പേഴ്സൺസിന് എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ അവർ കുറച്ചുകൂടി ഡിപ്പെൻഡബിൾ ആണ്. പക്ഷേ ഒരു വലിയ കൊടുങ്കാറ്റോ പേമാരിയോ വന്നാൽ അവർക്കത് പിടിച്ചു നിൽക്കാനാവില്ല, അത് ഒടിഞ്ഞു പോകും. അതുപോലെ തന്നെയാണ് ഈ ബ്രാഞ്ച് പേഴ്സൺസ്. ചില വലിയ പ്രതിസന്ധികളും പേമാരിയോ കൊടുങ്കാറ്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും അവർക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല, അവർക്ക് നമ്മുടെ കൂടെ നിൽക്കാനും പറ്റില്ല, അവർ നമ്മളെ ഉപേക്ഷിച്ചു പോകും. പക്ഷെ എന്നാൽ ചിലരോ എത്ര പ്രതിസന്ധിയിലും നമ്മുടെ കൂടെ നിൽക്കുന്ന ചിലരുണ്ട്, അവരാണ് റൂട്ട് പേഴ്സൺസ്. അത് മരത്തിന്റെ വേരുകളെ പോലെയാണ്. അത് ആഴത്തിൽ ആർന്നിറങ്ങി നമ്മളെ പിടിച്ചു നിർത്തും. ഏത് കൊടുങ്കാറ്റിലും ഏത് പേമാരിയിലും നമ്മളെ വീഴാതെ നിർത്തും. അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ ചുറ്റിലുമുണ്ട്. അപ്പൊ ഈ മരത്തിന്റെ വേരുകൾ മണ്ണിനടിയിൽ നിന്ന് വെള്ളവും വളവും വലിച്ചെടുത്ത് മരത്തെ പരിപോഷിപ്പിക്കുന്ന പോലെ ഇവരും വെള്ളവും വളവും നൽകി നമ്മളെ പരിപോഷിപ്പിക്കും. ശരിക്കും സൊസൈറ്റിയുടെ ആണിക്കല്ല് അവരായിരിക്കും. ഈ റൂട്ട് പേഴ്സൺസിന് ഒരിക്കലും അവർക്ക് അംഗീകാരമോ പ്രശസ്തിയോ ആദരവോ ഒന്നും ആവശ്യമില്ല. അവർക്ക് വേണ്ടത് അല്പം സ്നേഹവും പരിഗണനയും കരുതലും മാത്രമാണ്. അപ്പൊ നമ്മളെ ഈ ഏത് കൊടുങ്കാറ്റിലും ഒരു മരത്തെ വേരുകൾ പിടിച്ചു നിർത്തുന്ന പോലെ ഈ പിടിച്ചു നിർത്തുന്ന ആൾക്കാർക്ക് നമ്മൾ പകരം കൊടുക്കേണ്ടത് എന്താണ്? അല്പ സ്നേഹവും കരുതലും മാത്രമാണ് കൊടുക്കേണ്ടത്. ഒരിക്കലും നമ്മൾ അവരെ വിസ്മരിച്ചുകൂടാ. നമ്മൾ കേട്ടിട്ടുണ്ട് ഈ നാദിയ മുറാദ് എന്ന യസീദി പെൺകുട്ടിയെ പറ്റി. IS ഭീകരരുടെ ഇടയിൽ കൊടിയ പീഡനം അനുഭവിച്ച അവള് വളരെ കാലത്തെ പരിശ്രമത്തിന് ശേഷം ഈ ഭീകരരുടെ ഇടയിൽ നിന്ന് രക്ഷപ്പെട്ട് വേറൊരു അന്യദേശത്തെത്തി. അവിടെ അവൾക്ക് സമാധാനമായി ജീവിക്കാൻ പറ്റി. അവിടെ അവൾക്ക് അഭയം ലഭിച്ചു. പക്ഷെ അവൾ അവിടെ ആ കിട്ടിയ അഭയത്തിൽ അവൾക്ക് കിട്ടിയ ജീവിതത്തിൽ സന്തുഷ്ടയായി അവിടെ അനങ്ങാതിരുന്നില്ല. താൻ നേരിട്ട കൊടിയ പീഡനങ്ങളെ കുറിച്ച് ലോക ജനതയോട് വിളിച്ചു പറഞ്ഞു. ലോക മനസാക്ഷിയുടെ കണ്ണു തുറപ്പിക്കാൻ അവൾ നിരന്തരം പരിശ്രമം നടത്തി. അങ്ങനെ ഒരുപാട് സഹോദരിമാർ അവരുടെ സിറിയയിൽ നിന്ന് ഈ IS ഭീകരരുടെ ഇടയിൽ നിന്ന് രക്ഷിക്കാൻ അവൾക്ക് സാധിച്ചു. അതുപോലെ നമുക്കറിയാം മലാല യൂസഫ്സായി ഈ ഭീകരരുടെ വെടിയേറ്റ് സ്വന്തം രാജ്യം വിട്ട് അവൾക്ക് വേറൊരു ദേശത്തേക്ക് പോകേണ്ടി വന്നു. അവിടെ അവളുടെ ജീവിതം സേഫ് ആയിരുന്നു. പക്ഷെ ഒരിക്കലും അവൾ അതുകൊണ്ട് മിണ്ടാതിരുന്നില്ല. തന്റെ സഹോദരിമാർ അനുഭവിക്കുന്ന ഒരു അവർക്ക് നിഷേധിക്കപ്പെടുന്ന സ്വാതന്ത്ര്യം, അതിനുവേണ്ടി അവൾ നിരന്തരം പോരാടി, നിരന്തരം സംസാരിച്ചു. അവരുടെ അവകാശങ്ങൾക്കായി അവൾ പോരാടി. അവരുടെ വിദ്യാഭ്യാസം അത് ഒരു അത്യന്താപേക്ഷിതമായ കാര്യമാണെന്ന് അവർ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. അങ്ങനെ അവൾക്ക് എന്തെല്ലാമോ ചെയ്യാൻ പറ്റുന്നോ അതെല്ലാം അവൾ ചെയ്തു. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ചുറ്റും. അത്തരം നമുക്കിപ്പോ ഊർമിളയെ പോലെയോ അല്ലെങ്കിൽ നാദിയ മുറാദിനെ പോലെയോ അല്ലെങ്കിൽ മലാല യൂസഫ്സായിയെ പോലെയോ ഒന്നും ആകാൻ എല്ലാവർക്കും ഒന്നും സാധിക്കില്ല. പക്ഷേ നമ്മുടെ ഏത് പ്രതിസന്ധി വന്നാലും ഏത് തകർച്ച വന്നാലും നമ്മോടൊപ്പം നിൽക്കുന്ന നമ്മുടെ മാതാപിതാക്കളുണ്ട്, നമ്മുടെ അടുത്ത സുഹൃത്തുക്കളുണ്ട്. അവരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. നമ്മളും അവരെ പോലെ ആകാൻ ശ്രമിക്കണം. പക്ഷെ വേറൊന്നുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി ത്യജിക്കുകയോ ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ
നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഇത് ചെയ്യുന്നത് എപ്പോഴും നിറഞ്ഞ മനസ്സോടും സന്തോഷത്തോടും കൂടി ആയിരിക്കണം. ഒരിക്കലും വിഷമത്തോടും സങ്കടത്തോടും കൂടി ആയിരിക്കരുത്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലുമൊക്കെ വേണ്ടി ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ പരിപൂർണ്ണ സംതൃപ്തരായിരിക്കണം. അപ്പൊ അങ്ങനെ നമുക്കും റൂട്ട് പേഴ്സൺസ് ആകാൻ ശ്രമിക്കാം. താങ്ക് യു.